തുടങ്ങുന്നത് രണ്ട് കുട്ടികളെ കാണിച്ചുകൊണ്ടാണ്. ആ പെൺകുട്ടിയുടെ പേര് സൂ എന്നും പയ്യന്റെ പേര് ചെൻ എന്നുമാണ്. അവർ രണ്ടുപേരും ആർട്ട് ക്ലാസ്സിലാണ് ഇപ്പോൾ ഒന്നിച്ചുള്ളത്. സൂ ചെന്നിനെയും ചെൻ സൂവിനെയുമാണ് അവിടെ വരയ്ക്കുന്നത്. സൂ നന്നായി തന്നെ ചെന്നിന്റെ പടം വരയ്ക്കുന്നുണ്ടെങ്കിലും ചെൻ ഒരുമാതിരി ഒരു പാവ വരയ്ക്കുന്ന കണക്കാണ് സൂവിന്റെ പിക്ചർ വരയ്ക്കുന്നത്. അത് കാണുന്നവള് നീ എന്നെ തന്നെയാണോ ഈ വരയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചിണുങ്ങുന്നുണ്ട്. എന്തായാലും അന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന അവൾ അടുത്ത ദിവസം അവൻ വരച്ചിരുന്ന അവളുടെ പെയിന്റിങ് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ കണക്കല്ല, നല്ല രസകരമായി ആ ഒരു പിക്ചർ അവൾ മാറ്റിയിരുന്നു. അത് അവനും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി അവർ സംസാരിക്കുന്ന ടീമാണ്. അവിടേക്ക് സൂവിന്റെ അമ്മ ഭയങ്കര ദേഷ്യത്തിൽ വരുന്നത്. വന്നപാടെ അവരുടെ ആർട്ട് ടീച്ചറിനെ അമ്മ മാരകമായി ഉപദ്രവിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്നുമല്ല, അമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സൂവിന്റെ അച്ഛൻ, പുള്ളിക്കാരനുമായി ഈ ആർട്ട് ടീച്ചർക്ക് അവിഹിത ബന്ധമുണ്ട്. അതിന്റെ പേരിൽ അതിപ്പോ കണ്ടെത്തിയ ഉടനെ ദേഷ്യം വന്ന അമ്മ ആ ടീച്ചറിനെ അടിക്കുന്നതാണ്. വളരെ സ്വാഭാവികമല്ലേ? എന്തായാലും അതോടുകൂടി വലിയൊരു മാറ്റം സൂവിന്റെ ലൈഫിൽ അവിടെ നടക്കാണ്. അവളുടെ അച്ഛനും അമ്മയും രണ്ട് തട്ടിലായി എന്നതല്ല, മറിച്ച് അവരുടെ ലൈഫ് തകർത്തത് ഒരു ആർട്ട് ടീച്ചറാണ് എന്നതുകൊണ്ട് തന്നെ ആർട്ടിനോട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര വെറുപ്പായി. സൂ പടം വരയ്ക്കുന്നത് പോലും ഭയങ്കര ദേഷ്യമായി പിന്നീട് കാണുന്ന അമ്മ അവൾ വരച്ചിരുന്ന പെയിന്റിംഗ് ഒക്കെ വലിച്ചു കീറുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പൊ ചെൻ അവളുടെ പടം വരച്ചത് അവൾ ഒരു ഫേറി കണക്ക് മാറ്റിയിരുന്നല്ലോ, ആ ഒരു ഡ്രോയിങ് പോലും അമ്മ വലിച്ചു കീറുമ്പോ അവളത് കീറിക്കാതിരിക്കാനായി ആവുന്നത് നോക്കിയെങ്കിലും അത് അമ്മ അപ്പോഴേക്കും പിടിച്ചു വലിച്ചു കീറുന്നുണ്ട്. ആകെ സങ്കടത്തിലാവുന്നുണ്ട്. രണ്ട് കഷ്ണമായി ആ ഒരു പെയിന്റിംഗ് കിടക്കുന്നത് കാണുന്ന അവൾ. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങുന്ന അവൾ അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും ഒരു ശബ്ദം കേട്ടാണ് അവൾ ഉണരുന്നത്. അവൾ വരച്ചിരുന്ന ആ ഒരു പെയിന്റിംഗിലെ ആ ഒരു ഫെയറി ഉണ്ടല്ലോ, അതിപ്പോ ജീവനോടെ അവളുടെ മുന്നിൽ നിൽക്കുന്നു, അവളോട് സംസാരിക്കുന്നു, അവളുടെ മുന്നിൽ നിന്ന് പറക്കുന്നു. ഞാൻ നിന്റെ ഫെയറിയാണ്, നിന്റെ കൂടെ എല്ലാത്തിനും ഇനി മുതൽ ഞാൻ കൂടെ കാണും, എന്തുണ്ടെങ്കിലും എന്നോട് പറയണം, നിന്റെ വലിയൊരു കൂട്ടുകാരിയും ഒക്കെയാണ് ഞാനെന്നെല്ലാം ആ ഫെയറി പറയുമ്പോ അവൾക്ക് ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ചെൻ വരച്ച് ഞാനൊന്ന് മോടി പിടിപ്പിച്ച ആ ഒരു പടം ഇപ്പൊ ജീവനോടെ എന്റെ മുന്നിൽ നിൽക്കുന്നോന്ന് ആകെ അമ്പരക്കുന്ന അവൾ. നീ ഫെയറി ആണെങ്കിൽ എന്റെ അമ്മ ഇന്നലെ ദേഷ്യത്തിൽ വലിച്ചു കീറിയ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ റെഡിയാക്കി തരാനായി ആവശ്യപ്പെടുമ്പോ ഫെയറി അത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അന്ന് മുതൽ അവളുടെ നിഴലായി ആ ഫെയറി കൂടെ കൂടുന്നുണ്ട്. ഈ ഫെയറിയെ കാണാനായി അവൾക്ക് മാത്രമേ സാധിക്കൂ എന്നതുകൊണ്ട് തന്നെ അതിനെ കൂടെ കൊണ്ട് നടക്കുന്നത് അവൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ ആയിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ ഇപ്പൊ സൂ പഠിക്കുന്ന അതേ സ്കൂളിലാണ് അന്ന് അവളുടെ കൂടെ വർഷങ്ങൾക്ക് മുന്നേ ആർട്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ചെന്നും പഠിക്കുന്നത്. പണ്ടേ അവർ കളിക്കൂട്ടുകാരായിരുന്നു. വളർന്നു വലുതായപ്പോഴും ഒന്നിച്ചൊക്കെയാണ് അവർ ഉള്ളതെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലല്ല, മറിച്ച് സൂവിന് ചെന്നിനോട് ഒരു ഇഷ്ടമാണ്. അവനാണെങ്കിൽ അവന്റെ പുറകെ കുറെ പെമ്പിള്ളേർ നടക്കുന്നുണ്ട്, ആരെയും മൈൻഡ് ചെയ്യാറില്ല. അതേ കണക്ക് തന്നെ ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല. അവൾ ഇപ്പൊ തന്നെ അവനെ പ്രപ്പോസ് ചെയ്യാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴേക്കും കൂടെയുള്ള ഫെയറി എരിപിരി കയറ്റി ഇന്ന് തന്നെ ഇഷ്ടം തുറന്നു പറയണമെന്നും പറഞ്ഞ് അവളെ ഉന്തി തള്ളി അവന്റെ മുന്നിലേക്ക് വിടുമ്പോഴേക്കും ലവ് ലെറ്ററുമായി പോയ അവൾ പെട്ടെന്ന് ഫെയറി പിടിച്ച് തള്ളുമ്പോൾ അവന്റെ അടുത്ത് ആ മടിച്ചു നിൽക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തള്ളി ആ ഫോഴ്സിൽ ബാലൻസ് തെറ്റി നേരെ വീഴുന്നുണ്ട്. പക്ഷെ വീഴുന്ന ടൈം അവന്റെ പാന്റ് പിടിച്ചു വലിച്ച് താത്താണ് വീഴുന്നത്. ആകെ നാണം കെടുന്നവൻ മേലെ എന്റെ മുന്നിൽ വന്നേക്കരുതെന്ന് അവളോട് ദേഷ്യപ്പെട്ട് പോകുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നു. എന്തായാലും അങ്ങനെ അവന്റെ വായിലിരിക്കുന്നതെല്ലാം കേട്ട് പിന്നീട് അവന്റെ ഭാഗത്തേക്കേ പോവാതെ അവൾ ഒരുവിധം സ്കൂൾ പഠനം എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി അത് അവസാനിച്ചു കഴിഞ്ഞ് നല്ലൊരു ഇടത്ത് ജോലിയും നേടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ സൂവിന്റെ അമ്മ ഹസ്ബൻഡ് കൂടെ സപ്പോർട്ടിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് വീട്ടുജോലിക്കൊക്കെ പോയാണ് മകളെ പഠിപ്പിച്ച് വലുതാക്കിയത്. അവൾ വലിയൊരു ഗവൺമെന്റ് ജോലി നേടണം, നല്ല രീതിയിൽ അവളുടെ ലൈഫ് മുന്നോട്ട് പോകണം എന്നതാണ് അമ്മയുടെ ആഗ്രഹം. അങ്ങനെ അതിനായിട്ട് തന്നെ അമ്മ അവളോട് ഇപ്പൊ അവൾ ചെയ്യുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായി അവളോട് ആവശ്യപ്പെടുന്നു. അമ്മ ആ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അവൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമോ എന്ന ടെൻഷനിലുപരി അമ്മ അറിയാതെ അവൾ ചെയ്യുന്ന കാര്യം അമ്മ കണ്ടുപിടിക്കുമോ എന്ന ടെൻഷനാണ് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആർട്ട് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ, അവളാകട്ടെ ആർട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഡിസൈനിങ് കമ്പനിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അത് അമ്മ അറിഞ്ഞ ആ ജോലി തന്നെ കളയാനായി നിർബന്ധിക്കും എന്നറിയാവുന്നത് കൊണ്ട് അവൾക്ക് അതിന്റെ പേരിൽ നല്ല ടെൻഷൻ ഉണ്ട്. അങ്ങനെ അമ്മ പറയുന്ന കണക്ക് തന്നെ ഇപ്പോൾ ഉള്ള ജോലി റിസൈൻ ചെയ്ത് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. അതാകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡിലാണ് എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നത് അമ്മ കണ്ടുപിടിച്ചാൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളിൽ ഇന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യാലോ എന്ന് കരുതി അവൾ ജോലി റിസൈൻ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ട പ്രൊസീജിയർ ചെയ്യേണ്ടേ. അതിനായി അന്ന് കമ്പനിയിലേക്ക് പോകുന്ന ദിവസം ഓൾറെഡി കമ്പനിയിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. അവർ ഈ പരസ്യ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ലാസ്റ്റ് ആയി അവർ ചെയ്ത ഒരു പരസ്യം പെൺകുട്ടികളെ കുറച്ച് മോശമായി കാണിക്കുന്നു എന്ന ആ ഒരു രീതിയിൽ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഓഫീസിൽ നടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനായി പുതിയ ബോസ് എത്തിയ കാര്യം അപ്പോഴാണ് അവിടെ അവൾ അറിയുന്നത്. ആ ബോസ് ആരാണെന്ന് കാണുമ്പോൾ അവളുടെ കിളികൾ പറന്നു പോകുന്നുണ്ട്. മറ്റാരുമല്ല, ചെൻ. വർഷങ്ങൾക്ക് ശേഷം അവൾ ഇന്നാണ് ചെന്നിനെ കാണുന്നത്. അവളുടെ കളിക്കൂട്ടുകാരനായിരുന്ന പിന്നീട് അവൾ ഇഷ്ടം തുറന്ന് പറഞ്ഞപ്പോൾ റിജക്ട് ചെയ്ത് അവളുടെ ഒരു കയ്യബദ്ധം മൂലം നാണം കെട്ടവൻ ദേഷ്യപ്പെട്ടതിന് ശേഷം അവന്റെ അടുത്തേക്കേ അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞ് അവനെ കാണുമ്പോൾ അന്ന് ആ പാന്റ് ഒരു ഇൻസിഡന്റിന് ശേഷം അവന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം പേടി കാരണം അവൾ ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ അവനെ കാണുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാതെ പേടിച്ചവൾ അവന്റെ കണ്ണിൽ പെടാതെ ഒളിക്കാനായി നേരെ വാഷ്റൂമിൽ ഓടിക്കയറുന്നു. പക്ഷേ അപ്പോഴത്തെ ടെൻഷൻ മൂലം ആ
അവൾ ഓടിക്കയറിയത് ജെൻസ് ടോയ്ലറ്റിലായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്നവൾ അവിടെ എത്തുന്ന അവന്റെ മുന്നിൽ കറക്റ്റ് ആയി പെടുകയും ടോയ്ലറ്റ് മാറി താനാണ് കയറിയതെന്ന് മനസ്സിലാക്കി നാണം കെട്ട് അവിടെ നിന്ന് ഓടുകയും ചെയ്യുന്നു. അവൾ ടെൻഷനായി സീറ്റിൽ വന്നിരിക്കുമ്പോൾ എവിടെ പോയിരുന്നു, എന്തിത്ര വെപ്രാളം എന്നെല്ലാം അവളെ കണ്ട ഫെയറി ചോദിക്കുന്നുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ചെന്നിനെ കണ്ടു എന്ന് പറഞ്ഞ് അവൾ കാര്യം പറയുമ്പോ ചെന്നിനെ കണ്ടോ എന്ന് പറഞ്ഞ ഫെയറി ആകെ അവൾക്ക് എത്രത്തോളം ചെന്നിനെ ഇഷ്ടമായിരുന്നു എന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ അവളുടെ ബോസായി ചെൻ അവിടെ നിൽക്കുന്ന ടീം പെട്ടെന്ന് അവൾക്ക് ജോലി കളയാനായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. തുടർന്ന് അവരുടെ ബോസായി ജോയിൻ ചെയ്തിരിക്കുന്ന ചെൻ അവിടെ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ലാസ്റ്റ് ആയി നിങ്ങളൊക്കെ ചെയ്ത വർക്ക് വലിയ കോൺട്രവേഴ്സിയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ നമ്മളെ പറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ കമ്പനിക്ക് വന്ന ആ ഒരു ചീത്ത പേര് മാറ്റിയെടുക്കാനായി ഇനി അടുത്ത വർക്ക് വളരെ ശ്രദ്ധാപൂർവ്വം വേണം ചെയ്യാൻ. നിങ്ങൾ ഭയങ്കര അഡൽട്ട് എന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വർക്ക് വരുമ്പോൾ ഒരു കൊച്ചുകുട്ടി എന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ബുദ്ധി പോട്ടെ. നിങ്ങൾ കുട്ടിക്കാലത്ത് ചെയ്തതും കണ്ടിട്ടുള്ളതും രസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വഴി ഡെവലപ്പ് ചെയ്തെടുക്കണം പുതിയ ഐഡിയാസ് എന്നെല്ലാം ചെൻ അവർക്ക് ഉപദേശം നൽകുന്നു. അങ്ങനെ മീറ്റിംഗിന്റെ ഇടയിൽ ഉടനീളം ചെന്നിൽ തന്നെയായിരുന്നു സൂവിന്റെ കണ്ണ്. അവൾക്ക് എത്രത്തോളം അവന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലും അവനിങ്ങനെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞുവിട്ട് സുവിനെ മാത്രം തനിയെ സംസാരിക്കാനായി അവിടെ നിൽക്കാനായി അവൻ ആവശ്യപ്പെടുന്നു. കണ്ടോ, എല്ലാരെയും പറഞ്ഞുവിട്ട് നിന്നെ മാത്രം ഇവിടെ നിർത്തിയിരിക്കുന്നത് നീ അവന് ഇപ്പോഴും സ്പെഷ്യൽ ആയതുകൊണ്ടാണ്. മനസ്സിലുള്ള ഇഷ്ടം പൊടിതട്ടി എടുത്തോ, അത് തുറന്നു പറഞ്ഞു എന്നൊക്കെ അവളെ ഒരുപാട് എരിവിരി കയറ്റുന്നുണ്ട്. ആ സമയം നമ്മുടെ ഫെയറി എന്തിനാണ് ചെന്നി ഇപ്പോഴും തന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയെന്ന് അവൾക്ക് ഒരു പിടുത്തമില്ല. എന്തായാലും അവന് തന്നോട് പ്രണയമുണ്ടെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ അവൾ ആ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ അവൻ അവളെ ഓടിച്ചു വിട്ടതാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോ എന്ത് പറയുമെന്ന ഭയങ്കര ടെൻഷൻ അവൾക്കുണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും പറയാന്ന് വിചാരിച്ച് അടുത്തേക്ക് എത്തുമ്പോ തന്നെ അവൾ ആ ടെൻഷൻ കാരണം ആകെപ്പാട് അവിടെ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ അബദ്ധങ്ങളായിരുന്നു. ടെൻഷൻ കയറി അവളുടെ കയ്യിലുള്ള ഫയൽസ് ഒക്കെ താഴെ വീഴുമ്പോൾ അത് എടുക്കാനായി അവൾ കുനിയുന്നുണ്ട്. കറക്റ്റ് അവൻ സംസാരിക്കാനായി അടുത്തെത്തുന്ന ആ ഒരു ടൈം തന്നെ അവൾ ഇങ്ങനെ കുനിയുന്നത് കാണുന്ന അവനാകട്ടെ അയ്യോ ഇനി അവള് വീണ്ടും തന്റെ പാന്റ് ഊരുമോ എന്ന് പോലും ഭയപ്പെടുന്നുണ്ട്. കാരണം അതുപോലൊരു അബദ്ധമാണല്ലോ പണ്ട് ഇവർക്കിടയിൽ സംഭവിച്ചത്. അങ്ങനെ എന്തായാലും അടുത്തതായി ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന് കുട്ടികളെ പോലെ തിങ്ക് ചെയ്ത് ക്രിയേറ്റീവായി എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊരു കാര്യം ചെൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികളെ പോലെ തിങ്ക് ചെയ്യാനായി ആദ്യം ഒരു കുട്ടിയായി മാറണമെന്ന ഐഡിയ ഫെയറി കൊടുത്തത് പ്രകാരം അതേ കണക്കൊരു ഡ്രസ്സിംഗ് ഒക്കെ ചെയ്താണ് അടുത്ത ദിവസം ഓഫീസിലേക്ക് സൂ പോകുന്നത്. അവിടെ അവളെ കാണുന്ന കൊളീഗ്സ് ഒക്കെ തന്നെ ഇത് എന്തോന്ന് കോലെന്ന മട്ടില് അവളെ നോക്കുമ്പോ അവളുടെ അടുത്തേക്ക് എത്തി മിണ്ടാനായി അപ്പോഴും ചെൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് അപ്പോഴും അവനോട് മിണ്ടാനായിട്ടുള്ള ആ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറുന്നു. അവളുടെ കൂടെ ഓഫീസിലുള്ള ഒരു കൊളീഗ് അവളെ എപ്പോഴും ഡേറ്റിന് ക്ഷണിക്കാറുണ്ട്. ഇത്തവണ ക്ഷണിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ചെൻ ഇവിടെ ഉള്ളതിന്റെ ടെൻഷനിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അവന്റെ കൂടെ ഡേറ്റിന് പോകുന്നുണ്ടെങ്കിലും ഒട്ടും ഹാപ്പി അല്ലാതെയാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു കാര്യം കാണുന്ന ഫെയറി ആട്ടെ നീ എന്തൊരു പാവുക, ഇഷ്ടമില്ലാത്ത ഒരാളെ ഡേറ്റിന് വിളിച്ചാൽ അവിടെ ചെന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കേണ്ട കാര്യമുണ്ടോ, ആദ്യം ഡേറ്റിന് വരാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ് മാറിപ്പോയാൽ പോരായിരുന്നു എന്നെല്ലാം അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ അങ്ങനെ ഇപ്പൊ ഇവിടെ ഡേറ്റിന് വന്നെങ്കിലും അവൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ടീം ചെൻ തന്നെ കാണരുത്, എങ്ങനെയും ഇവിടുന്ന് എസ്കേപ്പ് ആയി പോകണം എന്നൊരു ചിന്ത മാത്രമാണ് ഉള്ളത്. ചെൻ താൻ ഇതുപോലെ ഡേറ്റിന് വന്നു എന്ന് അറിഞ്ഞാൽ തനിക്ക് മറ്റെന്തെങ്കിലും ഇഷ്ടമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതി അവൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ പേടി കണക്ക് തന്നെ അവൻ അവളെ ഇവിടെ വെച്ച് കാണുന്നുണ്ട്. ചെന്നല്ലാതെ മറ്റാരും തന്നെ സൂവിനെ സെറ്റ് ആവില്ല എന്ന് അതോടുകൂടി അവൾ ഉറപ്പിക്കുന്നുണ്ട്. അവൻ മാത്രമാണ് അവളുടെ മനസ്സിലെന്ന് കൺഫേം ആക്കുന്ന അവൾ എങ്ങനെങ്കിലും അവനെ തന്നിലേക്ക് എത്തിക്കാനായി എന്ത് ചെയ്യാമെന്ന് അവളുടെ ഫെയറിയുടെ കൂടെ ഇരുന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അവളുടെ ലുക്ക് അടിമുടി മാറ്റുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പായി അവർ എടുക്കുന്നത്. അങ്ങനെ ഒരു പാർലറിൽ പോയി ലുക്കൊക്കെ മാറ്റി മറ്റൊരു ഗെറ്റപ്പിലാണ് പിന്നീട് ചെന്നിനെ ഇംപ്രസ് ചെയ്യാനായി അവനിപ്പോ ബോസായി ഓഫീസിൽ ഉള്ളത് കൊണ്ട് തന്നെ സൂ അങ്ങനെ ഓഫീസിലേക്ക് ചെല്ലുന്നത്. ഓഫീസിലുള്ള എല്ലാവരും അവളുടെ ഈ മേക്ക് ഓവർ കണ്ട് അന്തം വിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെൻ മാത്രം അവളെ വലിയ മൈൻഡ് ഒന്നും ചെയ്തിരുന്നില്ല. അവൻ തന്നെ മൈൻഡ് ചെയ്യാത്തത് കണ്ട് അവൾ ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിലും അല്പം മാറി നിന്ന് അവൻ അവളെ ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം. അവൻ ഇങ്ങനെ മാറി നിന്ന് നോക്കിയത് അവർ കണ്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ ഫെയിൽ ആയി പോയി. അടുത്തതായി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് അങ്ങനെ ആ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നു. ഒരുപാട് റൊമാൻറ്റിക് മൂവീസ് ഒക്കെ ഇരുന്ന് കണ്ട് അതിൽ കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാമെന്ന ആ ഒരു പ്ലാനിങ്ങിൽ അങ്ങനെ അവർ അത് ട്രൈ ചെയ്യാണ്. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിൽ വെച്ച പ്രസന്റേഷൻ നടത്താനായി സൂനുണ്ടായിരുന്നു. അവളെ പ്രസന്റേഷന്റെ PPT തയ്യാറാക്കിയെങ്കിലും അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും മുന്നേ അവളൊന്ന് ഒരാവശ്യത്തിന് പുറത്തേക്ക് മാറി പോകുമ്പോൾ അവിടെ പ്രസന്റ് ചെയ്യാനായി ഒരു സ്റ്റാഫ് നോക്കുകയും ഈ ഒരു PPTക്ക് പകരം അവിടെ പ്ലേ ആവുന്നത് അവൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ആ ഒരു റൊമാൻറ്റിക് മൂവീസ് ആണ്. അവർ പെട്ടെന്ന് അത് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിലും തിരിച്ചെത്തുന്ന സൂവിന് കാര്യം മനസ്സിലാവുന്നില്ല. സ്റ്റാഫ്സ് ഒക്കെ തന്നെ അവളെ കണ്ടപാടെ ഒരുമാതിരി കളിയാക്കി ചിരിക്കുമ്പോഴും അവൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. പിന്നീട് അവളോട് സംസാരിക്കാനായി ചെൻ അവളെ വിളിച്ച് അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് പോകുന്ന ടീം നീ എന്താ രാത്രി ഉറങ്ങാതിരുന്ന് റൊമാൻറ്റിക് മൂവീസ് കണ്ടോണ്ടിരിക്കുകയാണോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നല്ല, നമ്മുടെ കമ്പനിയിൽ അടുത്തതായി ഒരു ഇവന്റ് നടക്കുന്നുണ്ടല്ലോ, അതിന് നല്ല ഐഡിയാസ് കിട്ടാൻ വേണ്ടി ഞാൻ റൊമാൻറ്റിക് മൂവീസ് ഇരുന്ന് കണ്ടതാണ്, അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് അവൾ പറയുമ്പോൾ നീ ആ ഇവന്റിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച എന്തായാലും ഇനിയിപ്പോ ഞാനും വരാമെന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ ആ ഇവന്റിന് പോകണം എന്ന ഒരു താല്പര്യം അവൾക്കുണ്ടായിരുന്നില്ല. അവന്റെ അടുത്ത് നിന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് അവൾ ജസ്റ്റ് പറഞ്ഞതാണല്ലോ, ഇനിയിപ്പോ അതിന് പോവാതെ വേറെ വഴിയില്ല
രക്ഷയില്ലാത്ത അവസ്ഥയിലാവുന്നുണ്ട് അവൾ. അങ്ങനെ ഇവന്റിന് പോകുമ്പോ അത് ഗ്രാഫിറ്റി ആണ്, ഈ ചുവരിൽ ചിത്രം വരയ്ക്കത്തില്ലേ, ആ ഒരു ഇവന്റ് ആണ് അവർ അവരുടെ കമ്പനിയുടെ പ്രൊമോഷന്റെ ഭാഗമായി അന്ന് അവിടെ നടത്തുന്നത്. ഒരു കണ്ണിന്റെ പിക്ചർ ആയിരുന്നു ചെൻ അവിടെ വരയ്ക്കുന്നത്. പക്ഷെ അതിൽ ചില ചേഞ്ചസ് വരുത്തണമെന്ന് പറഞ്ഞ് സു അതിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്താനായി ഒരുങ്ങുന്നു. അവൾക്ക് പക്ഷെ ആ ഒരു ഹൈറ്റ് കിട്ടാത്തതുകൊണ്ട് ടയറൊക്കെ തറയിലിട്ട് അതിന്റെ മുകളിൽ നിന്നാണ് പടം ഇങ്ങനെ വരയ്ക്കുന്നത്. പണ്ടും അവൻ വരച്ച പടത്തിൽ അവൾ ചേഞ്ച് ചെയ്താണല്ലോ അതൊരു ഫെയറിയായി മാറിയത്. ഇത്തവണയും അവൻ വരച്ച ആ ഒരു കണ്ണ് കുറച്ചുകൂടെ മനോഹരമായി അവരുടെ ടീമിന് പറ്റുന്ന രീതിയിൽ അവൾ മാറ്റിയെടുക്കുന്നുണ്ട്. അവൻ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു, നന്നായിട്ടുണ്ടെന്ന് അവൻ അവളെ കോംപ്ലിമെന്റും ചെയ്യുന്നു. അങ്ങനെ അന്ന് ആ ഒരു സന്തോഷത്തില് തിരിച്ചവൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു. അവൾ ചെന്നിനെ വളയ്ക്കാനായി കുറെ പ്ലാൻ തയ്യാറാക്കി വെച്ചിരുന്നല്ലോ, ആ ബുക്ക് കറക്റ്റ് ആയി അമ്മ കണ്ടിരുന്നു. അത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അമ്മ, നീ ലൈഫിൽ നല്ല സെറ്റിൽ ആവണം, എന്നെ കണക്കൊരവസ്ഥ നിനക്ക് വരരുത് എന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ എന്തോരം നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, എന്നിട്ട് നീ അതൊന്നും മനസ്സിലാക്കാതെ ലൈഫ് സ്പോയിൽ ചെയ്യാനായിട്ട് ഒരുങ്ങി കെട്ടി നടക്കല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അവൾക്കറിയാം. അമ്മയുടെ മനസ്സും അമ്മയുടെ അവസ്ഥയും അവൾക്ക് മനസ്സിലാവുമെങ്കിലും അവൾക്ക് അവളുടേതായ സന്തോഷവും ഇഷ്ടങ്ങളും ഒക്കെ ഇല്ലേ. അവൾക്ക് ഒരു ലൈഫ് അല്ലേ ഉള്ളൂ. അമ്മയുടെ വാശിക്ക് വേണ്ടി അങ്ങനെ ഫുൾ വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. എന്നിരുന്നാലും അമ്മയുടെ മുന്നിൽ അവൾ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായി അമ്മ അവളോട് ആവശ്യപ്പെടുന്നു. അവൾ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാഴ്ച കാണുന്ന ഫേറി, നിന്റെ ലൈഫാണ്, നിനക്ക് നിന്റേതായ ഇഷ്ടങ്ങളുണ്ട്, നിനക്ക് ഇത് ചെയ്യാനാണ് ഇഷ്ടം, ആ രീതിയിൽ നിന്നെ ജീവിക്കാൻ അമ്മ അനുവദിക്കണം എന്ന കാര്യങ്ങൾ നീ ഓപ്പണായി അമ്മയോട് സംസാരിക്കണം. അല്ലാതെ ഇങ്ങനെ അമ്മയുടെ മുന്നിൽ ഒന്നും പറയാതെ മാറിയിരുന്ന് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ലാന്ന് ഫേറി സൂവിനെ എരിപിരി കയറ്റുമ്പോ എനിക്കത് പറയാൻ കഴിയില്ല. എന്റെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ ഓരോ കാര്യങ്ങൾ മൂലം എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടു വളർന്ന എനിക്ക് എന്തുകൊണ്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ തന്നെയാ എന്റെ തീരുമാനമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ റിസൈൻ ചെയ്യാനുള്ള തീരുമാനം അറിയിക്കാനായാണ് അടുത്ത ദിവസം അവൾ ഓഫീസിലേക്ക് പോകുന്നതെങ്കിലും അവർക്ക് വലിയൊരു പ്രോജക്റ്റ് അപ്പോഴേക്കും കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്കത് അറിയിക്കാനായി സാധിക്കുന്നില്ല. അവർക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ള പ്രോജക്റ്റ് സ്ത്രീകളുടെ കണ്ണിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എടുത്തു കാണിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അത് കണ്ണ് ഭയങ്കര സൗന്ദര്യമുള്ളത് എന്ന രീതിയിൽ ഒരു ഐഡിയയും താൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും, ഒരു പെൺകുട്ടി അവളുടെ ലൈഫിൽ മുന്നേറുന്നുണ്ടെങ്കിൽ, അവളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവൾ ആഗ്രഹിക്കുന്ന കണക്ക് നല്ലൊരു ലൈഫ് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വളരെയധികം സ്ട്രഗിൾ ഉണ്ടാവും. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണ് മനോഹരം മാത്രമായിരിക്കില്ല, അവൾ ഒരുപാട് കരഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തായിരിക്കും ഒരുപക്ഷെ ആ ഒരു ലൈഫിൽ എത്തുക. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു തീം വെച്ചാണ് നമുക്ക് കണ്ണ് വേണ്ടത്. ഒരു സ്ത്രീയുടെ കണ്ണെന്നത് സൗന്ദര്യം മാത്രം അടങ്ങുന്ന ഒന്നല്ല, അതിൽ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളും ഉണ്ട്. അത് കാട്ടുന്ന കണക്കൊരു ഇലസ്ട്രേഷൻ ആണ് ഞാൻ എന്റെ സ്റ്റാഫ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നല്ല ചെൻ സ്റ്റാഫ്സിന് അടുത്തതായി ചെയ്യേണ്ട പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ അലോട്ട് ചെയ്ത് നൽകുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾക്കായി അന്ന് കുറച്ച് താമസിച്ചും ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു സു. ആ ടീമാണ് എന്തോ ശബ്ദം അവൾ കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ അവളുടെ തന്നെ ഓഫീസിലെ വെൻ എന്ന ഒരു സ്റ്റാഫിനോട് അവരുടെ മാനേജർ കുറച്ച് മോശമായി പെരുമാറാൻ നോക്കുന്നതാണ് അവൾ കാണുന്നത്. അവൾ വേഗം തന്നെ അവിടെ ചെന്ന് വെന്നിനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായി സഹായിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച ആ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ വെന്നിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വെന്നിനെ അവൾ ഹെൽപ്പ് ചെയ്യാണല്ലോ ചെയ്തത്. പക്ഷെ വെൻ അതിന്റെ പേരിൽ ഒരു താങ്ക്സ് പറയാതെ എപ്പോഴും അവളോട് റൂഡായിട്ടാണ് പെരുമാറാറുള്ളത്. അതേ കണക്ക് തന്നെ ലേറ്റ് നൈറ്റ് ആയിട്ട് എന്തിനാ ഈ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്, വീട്ടിൽ കൂടെ പണി തീർത്ത് പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ള വഴി നോക്കുന്നൊക്കെ ഒരുമാതിരി ദേഷ്യത്തിലായിരുന്നു സംസാരിക്കുന്നത്. വേ എന്ന തന്റെ ഒരു കൊളീഗിനെ സു എപ്പോഴും കണ്ടിട്ടുള്ളത് വളരെ ബോൾഡ് ആയ ഒരാളായിട്ടാണ്. വേണ്ടടുത്തും വേണ്ടാത്തടുത്തും ഒക്കെ സംസാരിക്കാൻ ആ ഒരു ധൈര്യം കാണിക്കുന്ന അവളെ പറ്റി ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സു ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതായത് വേക്ക് പോലും പ്രതികരിക്കാൻ സാധിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ അവൾ വന്നു പെടും എന്ന ഒരു രീതിയിൽ. ഇത് കാണുമ്പോൾ ഒരു പാവമായിരുന്ന് എന്തും സഹിച്ച് മുന്നോട്ട് പോകുന്ന തനിക്ക് മാത്രമല്ല ബോൾഡ് ആണെന്ന് പലരും കരുതുന്ന പെൺകുട്ടികൾക്ക് പോലും ഇത്തരം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് സൂവിന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ആ ഒരു പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായി അടുത്ത ദിവസം മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാവരും അവരുടെ ഐഡിയാസ് പ്രസന്റ് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസം തനിക്കുണ്ടായ ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പ്രസന്റ് ചെയ്യണമെന്ന് തോന്നുന്ന സു മീറ്റിംഗിന് വന്ന് വാക്കുകൾ കൊണ്ട് അവളുടെ ഐഡിയാസ് എന്താണെന്ന് പറയാതെ അവിടെ ഒരു ഇലുസ്ട്രേഷൻ വരയ്ക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം. എന്ത് ഇവളി ചെയ്യുന്നതെന്ന് മറ്റുള്ള ആദ്യം മനസ്സിലാവാതെ എല്ലാവരും പിറുവിറുക്കുമ്പോൾ എല്ലാവരോടും സൈലന്റ് ആയി ഇരിക്കാനായി ചെൻ ആവശ്യപ്പെട്ട അവനും എന്താണ് സു ചെയ്യാൻ പോകുന്നതെന്ന് ഭയങ്കര ആകാംക്ഷയിൽ നോക്കിയിരിക്കുകയാണ്. പുറം തിരിഞ്ഞ കൈകൾ വിടർത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ വരച്ചിരിക്കുന്നത്. ഒരാളുടെ മുഖം കാണുമ്പോഴല്ലേ സങ്കടത്തിലൂടെയാണോ സന്തോഷത്തിലൂടെയാണോ പ്രശ്നങ്ങളിലൂടെയാണോ അയാൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് ഒരു വിധം പറയാനായി സാധിക്കും. പക്ഷേ ഇതുപോലെ മുഖം വ്യക്തമാക്കാതെ നിൽക്കുന്ന ഈ ഒരു പെൺകുട്ടിയെ കണ്ട് അവൾ ഏതൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മറ്റൊരാൾക്ക് പറയാനേ കഴിയില്ല. ആ പെൺകുട്ടിയുടെ സാഹചര്യം മനസ്സിലാക്കാതെ അവർ അവളെ ഇന്ററപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നിങ്ങനെ തന്റെ പല ഐഡിയാസും അവിടെ അസു പറയുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു വുമൺ എംപവർമെന്റ് എന്നതിനെ റെപ്രസെന്റ് ചെയ്തൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വളരെ ബോൾഡായി അല്ലെങ്കിൽ ഭയങ്കര പാവമായി എന്ന ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ മാത്രം പെടുത്തി ഒരു ഐഡിയ കൊണ്ടുവരാതെ ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടും റെപ്രസെന്റ് ചെയ്യുന്ന കണക്ക് ഒരു ഐഡിയ ആണ് അവിടെ സു പ്രസന്റ് ചെയ്തത്. അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നു. ചെൻ ഉൾപ്പെടെ എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ഐഡിയ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനായി സൂവും ചെന്നും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ടയേർഡായി സു ഉറങ്ങി പോകുമ്പോൾ ചെൻ ഒറ്റയ്ക്ക് ആ വർക്ക് മുന്നോട്ട് ചെയ്തു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അവരും കുറച്ച് ടയേർഡായി ഉറങ്ങുമ്പോൾ ഉറക്കമുണ്ടായിരുന്ന സു ആണ് ബാക്കി വർക്ക് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത്. അടുത്ത ദിവസം ആ ഒരു വർക്ക് കാണുന്ന
ചെൻ ഭയങ്കര അമ്പരന്ന് പോകുന്നുണ്ട്. പെൺകുട്ടികളുടെ ഓരോ ലൈഫ് സ്റ്റേജുകളിലും അവരെ റെപ്രസെന്റ് ചെയ്യുന്ന കണക്ക് ഇല്ലസ്ട്രേഷൻ ആണ് അവിടെ സൂ വരച്ചു വെച്ചിരിക്കുന്നത്. മുന്നേ സിംഗിൾ ആയി ഒരു പെൺകുട്ടിയെ വരച്ചെടുത്ത് ഇപ്പോ ഓരോ ലൈഫ് സ്റ്റേജിലും ഓരോ പെൺകുട്ടികളെ വെച്ച് അവൾ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ ആയി എല്ലാവർക്കും തോന്നുന്നുണ്ട്. അങ്ങനെ അവരുടെ ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായി സാധിക്കുന്നു. ആ ഒരു സന്തോഷത്തിന് ഒരു ചെറിയ പാർട്ടി ഓഫീസിൽ നടത്തുന്നുണ്ട്. എല്ലാ സ്റ്റാഫ്സിനോടും അവരുടെ ഫ്രണ്ട്സിനെയോ ഫാമിലീസിനെയോ അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരാനായും പറയുന്നു. പക്ഷെ തനിക്ക് അങ്ങനെ വരാനായി ഫ്രണ്ട്സോ വേണ്ടപ്പെട്ടവരോ അധികം പേരൊന്നുമില്ല. ആകെപ്പാടെ ഉള്ളത് അമ്മയാണ്. അമ്മ പക്ഷെ ഇവിടുത്തെ ജോലിയുടെ കാര്യങ്ങളുമായി തന്നോട് പിണക്കത്തിലുള്ളത് കൊണ്ട് വരില്ല എന്ന് അറിയാവുന്ന അവൾ എങ്ങനെ അമ്മയെ കൺവിൻസ് ചെയ്യുന്ന അറിയാതെ ഫേറിയോട് അതിനെപ്പറ്റി സംസാരിച്ച് നിൽക്കാണ്. ആർട്ട് ചെയ്യുന്ന എല്ലാവരും മോശക്കാരല്ല. ആർട്ടിൽ ജോലി നേടുന്നത് അത്ര മോശപ്പെട്ട ഒരു കാര്യമല്ല. ഇത് നീ അമ്മയെ ബോധ്യപ്പെടുത്തണം. അതിന് നിനക്ക് കിട്ടിയ നല്ലൊരു അവസരമായി ഈ ഒരു പാർട്ടിയെ കണക്കാക്കി അമ്മയെ വിളിച്ചോണ്ട് വരണം. അതിനായിട്ട് നീ നല്ലവണ്ണം കൺവിൻസ് ചെയ്യണമെന്നെല്ലാം ഫേറി പറഞ്ഞു കൊടുത്തത് പ്രകാരം ആ രീതിയിൽ അവൾ സംസാരിക്കുന്നുണ്ട്. ആദ്യം അമ്മ പാർട്ടിയുടെ കാര്യവും ജോലിയുടെ കാര്യവും ഒക്കെ കേട്ട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഒടുക്കം അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്ക് വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടി നടക്കുന്ന ദിവസം സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ സൂ അവിടെ പോകുന്നുണ്ട്. അവൾ പിന്നീട് അമ്മ എത്താനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും പറഞ്ഞ സമയത്ത് തന്നെ അമ്മ റെഡിയായി അങ്ങോട്ട് വന്നത് കാണുമ്പോഴാണ് അവൾക്ക് സന്തോഷവും സമാധാനവും ആകുന്നത്. അവിടെ വെച്ച് അമ്മയെ കുറച്ചൊക്കെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ തന്റെ ജോലിയെ പറ്റിയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടെങ്കിലും അപ്പോഴാണ് അവിടെ അവളുടെ പ്ലാനിങ് എല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ മറ്റൊരു കാര്യം നടക്കുന്നത്. അവളുടെ ഐഡിയ വെച്ചാണല്ലോ ഈ പ്രോജക്റ്റ് വർക്ക്ഔട്ട് ആയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് സ്പെഷ്യൽ ഒരു അപ്രീസിയേഷൻ എല്ലാവരുടെയും മുന്നിൽ കൊടുക്കാനായി ചെൻ തീരുമാനിച്ചിരുന്നു. ചെൻ അതിനായി അവളെ സ്റ്റേജിലേക്ക് വിളിക്കുകയും എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളുടെ വർക്കിനെ പറ്റി ഒരുപാട് നന്നായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ തന്റെ മകളുടെ അച്ചീവ്മെന്റിൽ ആ അമ്മയും ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ ഒരു അച്ചീവ്മെന്റിന് അവൾക്ക് ഒരു അപ്രീസിയേഷൻ എന്ന രീതിയിൽ ഒരു പ്രൈസ് കൊടുക്കാനായി ചെൻ അവിടേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കുന്നുണ്ട്. ആ ഗസ്റ്റ് മറ്റാരുമല്ല, വർഷങ്ങൾക്ക് മുന്നേ സൂവിന്റെ അച്ഛനെ അമ്മയിൽ നിന്ന് അകറ്റിയ അവളുടെ പഴയ ആർട്ട് ടീച്ചറാണ്. അവർ അന്നൊരു സാധാരണ ടീച്ചർ ആയിരുന്നെങ്കിലും ഇപ്പൊ വലിയൊരു ആർട്ടിസ്റ്റ് ആയി മാറിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ. അങ്ങനെ അവർ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കണ്ട് അമ്മയ്ക്ക് തീരെ സഹിക്കുന്നില്ല. ഒരു കുടുംബം തകർത്തെ അവരെ ആർട്ടിന്റെ പേരിൽ വലിയ സംഭവമായി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇങ്ങനെ സംസാരിപ്പിക്കുന്നത് കണ്ട് ഭയങ്കര ദേഷ്യവും സങ്കടവും വന്ന് അമ്മ അവിടെ നിന്ന് വിഷമിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയ അമ്മയെ കൺവിൻസ് ചെയ്യാനായി പുറകെ ചെല്ലുന്ന അവൾ, അമ്മ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നു വിചാരിച്ചിട്ട് ഇതൊന്നും ചെയ്തതല്ല. അമ്മ നാണം കെടുത്താനായിട്ടല്ല ഇത്തരം ഒരു ഫംഗ്ഷനിലേക്ക് അമ്മയെ വിളിച്ചു വരുത്തിയത്. മറിച്ച് ഞാൻ ഈ ഒരു പ്രോജക്റ്റിൽ കമ്മിറ്റ് ആവാൻ ഉള്ള കാരണം ഇതാണ്. എല്ലാ പെൺകുട്ടികളും ഒരേപോലെ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒരേ കണക്കുള്ളതാണ് എന്നത് സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരമായി ഈ ഒരു പ്രോജക്റ്റിനെ കണ്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അവൾ ഈ ഓഫീസിലുണ്ടായ അവൾ ഒരു പാവമായതുകൊണ്ടും അവൾക്ക് നോ പറയാനുള്ള മടിയുള്ളത് കൊണ്ടും അവൾ ആളുകളിൽ നിന്ന് നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒപ്പം നോ പറയാൻ നല്ല ധൈര്യമുള്ള വളരെ ബോൾഡായ പെൺകുട്ടി പോലും ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയും അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ പറഞ്ഞെന്നുമുള്ള ആ ഒരു കാര്യങ്ങൾ അവൾ അവിടെ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രസ്സുകാർ കേൾക്കുന്നുണ്ട്. തുടർന്ന് പ്രസ്സുകാരുടെ മുന്നിൽ വെച്ച് അവിടെ വേയോട് മോശമായി പെരുമാറിയ ആ ഒരു മാനേജർക്ക് ആളുടെ ഈ സ്വഭാവങ്ങൾ ഇപ്പോ മറ്റുള്ളവർ അറിഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കരമായ നാണക്കേട് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടി ഞാൻ ഇവിടെ എല്ലാം അവസാനിപ്പിക്കാണെന്നും പറഞ്ഞു അവിടെ നിന്ന് അവൾ ഇറങ്ങുന്ന സമയത്താണ് ഇതെല്ലാം കണ്ട് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കുട്ടിക്കാലം മുതലേ ഇവർ ഒന്നിച്ചുള്ളവരായിരുന്നല്ലോ. ഒന്നിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചങ്ങനെ വളരുന്നതിന്റെ ഇടയിൽ ചെന്നിനോട് വലിയ താല്പര്യം സൂവിനുണ്ടായിരുന്നു. അത് പക്ഷെ അവൾ ഒരിക്കലും അവന്റെ മുന്നിൽ ആദ്യം ഒന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം അവൻ വളരെ പോപ്പുലർ ആയിരുന്നു സ്കൂളിൽ. എല്ലാവർക്കും അവന് വലിയ കാര്യമായിരുന്നു. അവന്റെ പുറകെ നടക്കുന്ന പെൺപിള്ളേരൊക്കെ തന്നെ അവൻ റിജക്ട് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം അവന് വിദേശത്തുള്ള ഒരു ആർട്ട് സ്കൂളിൽ പഠിക്കാനായി ഒരു അവസരം സ്കോളർഷിപ്പോട് കൂടി കിട്ടുമ്പോൾ ആ ഒരു സന്തോഷ വാർത്ത ആദ്യം തന്നെ സൂവിനെ അറിയിക്കണം എന്ന രീതിയിൽ ചെന്ന് അവളെ കാണാനായി ചെല്ലുമ്പോഴേക്കും അവൻ കേൾക്കുന്ന കാര്യം അവനെ പറ്റി ചോദിച്ച പെൺപിള്ളേരോടൊക്കെ എനിക്ക് അവനൊന്നും ഇഷ്ടമല്ല, അവനെ പറ്റി ഒന്നും എന്നോട് ചോദിക്കേണ്ടെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ സംസാരിക്കുന്ന അവളെയാണ്. അവൾ ആക്ച്വലി മറ്റുള്ള പെൺകുട്ടികൾ അവനെ പറ്റി അവനെ പ്രണയിക്കാനായി ഒരു ഹെൽപ്പ് തന്നോട് ചോദിക്കുന്നവരോട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അത് കേട്ട അവന് അവൾക്ക് തന്നെ തീരെ ഇഷ്ടമല്ല എന്നൊരു രീതിയാണ് അപ്പൊ മനസ്സിൽ കയറുന്നത്. ആ ഒരു ദേഷ്യത്തിൽ അവൻ നടന്നു പോകുന്ന ടീമാണ് മറ്റുള്ള പെൺപിള്ളേരോട് അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടം അവനോട് പറയാനായി വന്നപ്പോ അവൻ പെട്ടെന്ന് അവളോട് ദേഷ്യത്തിൽ റിയാക്ട് ചെയ്തതും മറിഞ്ഞു വീണ് അവൾ അറിയാതെ അവന്റെ പാന്റ് വലിച്ചു ഊരുന്നതും അങ്ങനെയുള്ള ആ ഒരു വിയേർഡായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്. പിന്നീട് വിദേശത്തേക്ക് ആർട്ട് പഠിക്കാനായി പോയ അവൻ അവളെ കണ്ടിട്ടില്ല. അവൾ ഇതേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു എന്നറിഞ്ഞാണ് പിന്നീട് അവൻ ഇവിടെ ഇൻചാർജായി ജോയിൻ ചെയ്തതും. ഇതൊന്നും അവൾക്ക് അറിയാത്ത കാര്യങ്ങളുമാണ്. ഇപ്പൊ എന്തെങ്കിലും ഓഫീസിൽ നടന്ന ഈ ഒരു ഇൻസിഡന്റ് ഒക്കെ മൂലം അവിടെ നിന്ന് വളരെ വിഷമത്തിൽ മടങ്ങി പോകുന്ന സൂവിന് എപ്പോഴും കൂടെ നിന്ന് ഫേറി ഏരിവരി കയറ്റുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഫേറിക്ക് ഇങ്ങനൊക്കെ ഓരോന്നും പറഞ്ഞാൽ മതിയല്ലോ, നീ കാരണം എന്റെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഓൾറെഡി ദേഷ്യത്തിലും സങ്കടത്തിലും ഉണ്ടായിരുന്ന സൂ ഫേറിയുടെ വാക്ക് കേട്ട് അവിടെ പൊട്ടിത്തെറിക്കാണ്. നീ ചുമ്മാ അതും ഇതും പറഞ്ഞ് എന്നെ എരിവിരി കയറ്റും, അതനുസരിച്ച് ഞാൻ ഓരോന്നും കാണിക്കും, അങ്ങനെ ഞാൻ ഒടുക്കം പ്രശ്നത്തിലാവും, ഒന്ന് നിർത്തും ഇതെന്നൊക്കെ ചോദിച്ചാൽ അവൾ ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. ഇനി മേല നീ എന്റെ മുന്നിൽ വന്നേക്കരുത്, നീ പണ്ട് എന്നെ പ്രപ്പോസ് ചെയ്യാനായി ധൃതി കൂട്ടി വിട്ടതുകൊണ്ടാണ് അന്ന് ചെന്നിന്റെ മുന്നിൽ പോയി എനിക്ക് അങ്ങനെ ചമ്മേണ്ടി വന്നത്. നീ കാരണം അമ്മയെ പാർട്ടിക്ക് വിളിച്ചോണ്ട് വന്നാണ് ഇപ്പൊ എന്റെ അമ്മ ഇതുപോലെ സങ്കടപ്പെട്ട് പോകുന്ന കാഴ്ച എനിക്ക് കാണേണ്ടി വന്നത്. എല്ലാം നീ കാരണം, ഇനി മേല നീ എന്റെ മുന്നിൽ വന്നു പോരുതെന്ന് ഫേറിയോട് കട്ടായം അവൾ പറയുന്നു. അങ്ങനെ ഫേറി അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്ന സൂവിനെ നോക്കി സങ്കടത്തിൽ മടങ്ങി പോകുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെന്ന് തന്റെ ജോലി റിസൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ മാനേജറിന്റെ മുന്നിൽ സൂ നൽകുന്നുണ്ട്. ആ ടീം തന്നെ പറ്റി മോശമായി എല്ലാവരുടെ മുന്നിൽ കാര്യങ്ങൾ വിളിച്ചു കൂവിയ സൂവിനോട് ഭയങ്കര പ്രതികാര രീതിയിലായിരുന്നു മാനേജർ സംസാരിക്കുന്നത്. അങ്ങനെ
അവൾ അവിടെ നിന്ന് മടങ്ങിപ്പോനെ ഒരുങ്ങുന്ന ടീം അവിടെ വെന്നിനെ കാണുന്നു. പുറമേ കാണുമ്പോൾ ഞാൻ ഭയങ്കര ബോൾഡായി തോന്നിയാലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ വേറൊരു നിസ്സാരമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. പുറമേ നീ ഭയങ്കര പാവമായി തോന്നിയാലും നീ വളരെ ബോൾഡാണ്. നിന്റെ അത്രയും പോലും ധൈര്യം എനിക്കില്ലാന്ന് എനിക്കിപ്പോ തിരിച്ചറിവുണ്ടാവുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഈ ജോലി കളഞ്ഞു പോകേണ്ടതെന്നല്ല സൂവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്ന സൂ, ശരിയാ, താൻ ഈ ജോലി കളയേണ്ട ആവശ്യമുണ്ടോ? താൻ തെറ്റിയിട്ടില്ലെങ്കിൽ താൻ എന്തിനു ഇവിടെ നിന്ന് ഒളിച്ചോടണം എന്ന രീതിയിൽ ചിന്തിക്കുന്നു. അവൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അമ്മയ്ക്ക് വേണ്ടി ഈ ജോലി ഉപേക്ഷിക്കണോ അതോ തനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണോ എന്ന് അവൾക്ക് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ അവൾ അങ്ങനെ നിൽക്കുന്നു. സാധാരണ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ അവൾക്ക് ഫെയറിയാണ് ഒരു ഡിസിഷൻ എടുക്കാനായി ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോ കൂടെ ഫെയറി ഇല്ലാത്തതിന്റെ നല്ല മിസ്സിംഗ് അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. ആ ടീം അവളെ കാണാനായി ചെൻ വരുന്നു. അവൾ മുഖം കാണിക്കാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഇലുസ്ട്രേഷൻ വരച്ചപ്പോ അവൻ അതിന് അപ്രൂവ് ചെയ്യാൻ കാരണം തന്നെ അത് കണ്ടപ്പോ അവളായി അവനെ റിലേറ്റ് ചെയ്തതുകൊണ്ടാണെന്ന് പറയുന്ന അവൻ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. പണ്ട് ഇവർ ഒന്നിച്ച് ആർട്ട് ക്ലാസ്സിലുള്ള സമയം അവന്റെ ദേഹത്തേക്ക് വീഴാൻ പോയ ഡസ്റ്റർ തടുക്കാനായി അവൾ ഇതുപോലെ അവന്റെ മുന്നിൽ നിന്നിരുന്നു. അന്ന് അത് വീണിരുന്നെങ്കിൽ അവന് വലിയ അപകടം സംഭവിച്ചേനെ. പക്ഷെ അവൾ അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് അവനന്ന് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത്. അന്ന് അവൾ വളരെ ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിട്ട ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ പിന്നീട് അവൾ ഭയങ്കര പാവമായി ആരോടും ഒന്നും മിണ്ടാതെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും എല്ലാം സ്വന്തം മനസ്സിൽ തന്നെ ഒതുക്കി വെച്ച് മുന്നോട്ട് ജീവിച്ചു പോയി. വല്ലാത്തൊരു രീതിയിൽ അവളുടെ തന്നെ ലൈഫിനെ അവൾ മാറ്റിയെടുത്തു. എനിക്ക് ആ പഴയ നിന്നെ ഇഷ്ടം, ഇതുപോലെ ഒതുങ്ങി കൂടിയിരിക്കുന്നത് എനിക്ക് കാണണ്ടെന്ന് അവൻ പറയുന്ന ടീം അവൾ ഒന്നും മിണ്ടുന്നില്ല. അന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നവൾ ആകെ വലിയ ആലോചനയിലാണ്. അവളുടെ മുന്നിൽ വീണ്ടും ഫെയറി വന്ന് നിൽക്കുന്നത് കണക്ക് അവൾക്ക് തോന്നുന്നുണ്ട്. അത് അവളോട് സംസാരിക്കുന്നത് അവളെ പറ്റി തന്നെയായിരുന്നു. അവളുടെ ലൈഫിൽ വർഷങ്ങൾക്ക് മുന്നേ അച്ഛന്റെ വേണ്ടാത്ത റിലേഷൻഷിപ്പ് കൊണ്ട് നടന്ന ആ ഒരു ട്രാജഡി മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവൾക്ക് ട്രോമയായി മാറിയിരുന്നു. ആ സമയത്ത് അവൾ അവളുടെ ഇഷ്ടവും സന്തോഷവും എല്ലാം മാറ്റിവെച്ച് വേറൊരു ക്യാരക്ടറായി മാറിയ ടീം അവളുടെ മുന്നിലെത്തിയ ആ ഒരു ഫെയറി ആക്ച്വലി അവളുടെ മനസ്സ് തന്നെയായിരുന്നു. ഈ ഫെയറി എന്നൊന്ന് മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ, സത്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് മാത്രം തോന്നിയിരുന്ന അവളുടെ കൂടെയുള്ള അവളുടെ മനസ്സ് തന്നെയായിരുന്നു ആ ഒരു ഫെയറി. അവൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ അവളെ ഓരോന്ന് ചെയ്യാനായി പ്രേരിപ്പിക്കുകയും അവൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അവളുടെ കൂടെ നിന്ന് ധൈര്യം കൊടുക്കുകയും ചെയ്തത് അവളുടെ ആ മനസ്സിലെ തോന്നലുകൾ തന്നെയായിരുന്നു. ഈ ഫെയറി അവൾക്കായി ചെയ്തു കൊടുത്തു എന്ന് അവൾക്ക് തോന്നിയിരുന്ന ഓരോ കാര്യങ്ങളും ആക്ച്വലി അവളുടെ ഉപബോധ മനസ്സ് അവൾ പോലും അറിയാതെ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച കാര്യങ്ങളായിരുന്നു. ആ തിരിച്ചറിവുണ്ടാവുന്ന അവൾ മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുത്ത് അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഈ നടന്ന സംഭവങ്ങൾ കൊണ്ട് ജോലി റിസൈൻ ചെയ്യാനായി വി തീരുമാനിച്ചിരുന്നു. അവൾ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കൊടുത്ത റെസിഗ്നേഷൻ ലെറ്റർ പിൻവലിച്ച് അവിടെ ജോലിക്ക് വീണ്ടും ചെന്നിട്ടുണ്ടായിരുന്ന സൂ ചെല്ലുന്നത്. അവൾ ഉടനെ തന്നെ വേയെ പോലെയുള്ള ഇവിടുത്തെ ജോലിക്കാരെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ അനുവദിക്കാത്ത ഈ മാനേജറാണ് ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് പറഞ്ഞു അയാളുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയുമ്പോൾ അയാളും ഞാൻ ഇവിടെ മാനേജർ ആയിട്ടുള്ളിടത്തോളം കാലം ഞാൻ പറയുന്നതിനനുസരിച്ച് സഹകരിച്ച് നിൽക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി എന്ന് പറഞ്ഞ് വളരെ മോശമായി അവിടുത്തെ ലേഡി സ്റ്റാഫ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ സൂ റെക്കോർഡ് ചെയ്തിരുന്നു. മുന്നേ ഇയാൾ വേയോട് മോശമായി പെരുമാറിയത് സൂ നേരിട്ട് കണ്ടെങ്കിലും അതിനെപ്പറ്റി അവൾ ആളുകളോട് പിന്നീട് പറഞ്ഞെങ്കിലും അതിനൊരു തെളിവായിട്ട് ഹാജരാക്കാൻ അവളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അത്തരം ഒരു തെളിവ് അവൾക്ക് ലഭിച്ചിരിക്കുന്നു, അയാളുടെ വോയിസ് റെക്കോർഡ്. അത് വെച്ച് അയാൾക്കുള്ള പണി കൊടുക്കാനായി തന്നെ അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന അവൾ അവിടെ അമ്മ വിചാരിക്കുന്ന കണക്ക് അമ്മയുടെ ലൈഫ് ഒരു മോശം ലൈഫ് ആയിരുന്നില്ല. അമ്മയെ വേണ്ടാന്ന് വെച്ച് പോയ ആ അച്ഛനേക്കാൾ നന്നായി അമ്മ എന്നെ നോക്കിയിട്ടുണ്ട്. അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര നന്നായി ഇന്ന് ജീവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഇന്ന് ആയിട്ടുണ്ടെങ്കിൽ അത് അമ്മ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഒരിക്കലും അമ്മ വിചാരിക്കുന്നത്ര മോശപ്പെട്ട ഒരാളല്ല എന്ന് അമ്മയുടെ മനസ്സിലെ ഇൻസെക്യൂരിറ്റീസിനെ മാറ്റുന്ന രീതിയിൽ അവൾക്ക് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ അമ്മയും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ അവളുടെ ലൈഫ് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന സമയം തന്റെ കൂടെ ഉണ്ടെന്ന് ഇത്രയും നാൾ വിചാരിച്ചിരുന്ന അതേ ഫെയറിയെ തന്നെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ഒരു അനിമെ ഡെവലപ്പ് ചെയ്യാനും അതിനെപ്പറ്റി ഒരു ബുക്ക് റിലീസ് ചെയ്യാനും സൂവിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ കരിയർ അവിടെ വെച്ച് വലിയൊരു കുതിപ്പെടുക്കുകയാണ്. വലിയ ഫേമസ് ആയി മാറിയ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇപ്പോൾ അവൾ. അവളുടെ ബുക്കൊക്കെ ഹോട്ട് സെല്ലിംഗ് ആയി മാറുന്നുണ്ട്. ഒരുപാട് പേർ അവളെയും അവളുടെ ഒരു ബുക്കിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഫാൻസിന് വേണ്ടി ഒരു ബുക്ക് സൈനിങ് ഇവന്റ് നടത്തുന്ന ടീമാണ് വളരെ യാദൃശികമായി ചെന്നിനെ അവിടെ വെച്ച് സൂ കാണുന്നത്. അന്ന് മാനേജർക്കിട്ട് പണി കൊടുത്ത ശേഷം പിന്നീട് അവൾ ആ ഓഫീസിലെ ജോലി കളഞ്ഞ് ഈ ഒരു ബുക്ക് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തിരക്ക് പിടിച്ച് നടന്നതുകൊണ്ട് തന്നെ ചെന്നിനെ അവൾ പിന്നീട് കണ്ടിട്ടില്ലായിരുന്നു. അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ഇവർ രണ്ടുപേരും മനസ്സിൽ ഇപ്പോഴും പരസ്പരം ഇഷ്ടം കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും അവർക്കിടയിൽ സമയം കളയാനായില്ല എന്ന് തിരിച്ചറിയുന്നു. ഒരുപാട് ടീം അല്ലെങ്കിൽ ചുറ്റിനുമുള്ള പല പ്രശ്നങ്ങൾ കാരണം പല തെറ്റിദ്ധാരണകൾ കാരണം അവർക്ക് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവരുടെ ഇഷ്ടം തുറന്നു പറയുകയും ഒന്നിച്ചങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു രസകരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.